സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു. ഞങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കലവറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് വ്യത്യസ്തമായ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ആണ് കാണുന്നത്. പപ്പടം അതിന് മുന്നിൽ കാണുന്നുണ്ട്. ഇനി ചോറും കറികളും വല്ലതും ഉണ്ടാക്കാനാണോ എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോറും കറികളുടെ ഇൻഗ്രീഡിയൻസ് ഒന്നും കാണുന്നില്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഇത് കണ്ടിട്ട് എനിക്ക് ചിരട്ടപ്പുട്ട് എന്തോ ഉണ്ടാക്കാൻ പോകുന്നതാണ്. പുട്ട് സംബന്ധമായ എന്തോ ഒരു ഡിഷാണ്. അതിൻ്റെ കൂടെ തന്നെ പീനട്ട് ബട്ടർ ഉണ്ട്. അപ്പോൾ പീനട്ട് ബട്ടറും കടലയും ജാഗിരിയും തേങ്ങയും ഉപ്പും പപ്പടവും ഒക്കെ കൂടി എന്താണ് ഈ ഫുഡെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കിത് എന്താണെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഷെഫിനെ വിളിക്കാം. കാരണം ഷെഫിൻ്റെ റെസിപ്പി ആണല്ലോ. അതുകൊണ്ട് എന്താണ് ഡിഷ് എന്നൊക്കെ നമുക്ക് ഷെഫിൻ്റെ അടുത്ത് നിന്ന് അറിയാം. സോ ലെറ്റ്സ് ഇൻവൈറ്റ് നമ്മുടെ ഷോയിൻ്റെ ഓൾ ആൻഡ് ഓൾ ആയിട്ടുള്ള നമ്മുടെ മാജിക് ഷെഫ്, എത്രയോ അധികം റെസിപ്പീസും പിന്നെ ഡാൻസും ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഷെഫിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നളൻ. വലിയൊരു കൈയ്യടി. എന്തൊക്കെയാണ് തപ്പുന്നതാണ് കഴിക്കാൻ കഴിപ്പിക്കുക. പക്ഷെ ഇതെന്താണ് ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് കുറച്ചൊരു എത്തും പിടിയും കിട്ടണല്ലോ. എന്നത്തെ ഇൻഗ്രീഡിയന്റിലാണ് എത്തും പിടിയും കിട്ടാറില്ല, ഒരിക്കലും കിട്ടാറില്ല. പക്ഷെ എന്നാലും ഇത് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അല്ലേ. അപ്പൊ ഇന്ന് ഒരു വലിയ എന്റെ വളരെ വേണ്ടപ്പെട്ടതാണ്. നമ്മള് അതെ നമുക്ക് ഗസ്റ്റ് വന്നിട്ട് പറയാം എന്താ ഡിഷ് എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ഷെഫ്? ഒരു ശരാശരി സാധാരണ പെൺകുട്ടി. അപ്പോൾ ഞാൻ ലൈഫിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശരാശരി എനിക്കൊരു ഫോൺ കോൾ വരാം, ഷെഫേ ഭയങ്കര രസമാണ് സംസാരിക്കുന്നതൊക്കെ, ഞാൻ വന്നൊരു വീഡിയോ ചെയ്തോട്ടെ, എനിക്ക് ആരാന്ന് പോലും അറിയില്ല, ഞാൻ പറഞ്ഞു വന്ന് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഒരു വീഡിയോ ചെയ്ത ബന്ധമാണ്. പിന്നെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് അത് ഇങ്ങനെ ബൗൺസ് ചെയ്ത് വരികയാണ്. അജിത്ത് ആൻഡ് അർച്ചന, ലെറ്റ്സ് ഗോ അർച്ചന എന്നൊക്കെ പറഞ്ഞിട്ട് വരിക. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയ കൊണ്ട് സ്വന്തമായിട്ടൊരു വീട് വെച്ചു. വീടെന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 വീടാണ്. പോയി കാണണം എങ്ങനെയാണ് ലൈഫിനെ എല്ലാവർക്കും കൂടെ. അത് പുള്ളിക്കാർ ബ്ലോഗ് ചെയ്യുന്നത് ബേസിക്കലി വളരെ ഇൻഫോർമേറ്റീവാണ്. പിന്നെ അതിനൊരു ഓതൻറ്റിസിറ്റി ഉണ്ട്, അതിനൊരു സത്യസന്ധതയുണ്ട്. അങ്ങനെ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ഭാര്യയും ഭർത്താവുമാണ്. അതിൽ ഹസ്ബൻഡാണ് എൻ്റെ ക്യാമറ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഭയങ്കര ഇൻസ്പയറിംഗ്. പക്ഷെ ഇന്ന് വിളിച്ചിരിക്കുന്നത് അതെ എൻ്റെ സഹോദരി തുല്യനായ അതെ അല്ലെ വിളിച്ചാലോ? യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒത്തിരി അധികം ഫോളോവേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ചില സംസാരിക്കുന്ന അല്ലെ കണ്ടാൽ സുന്ദരിയായിട്ടുള്ള അതും പറഞ്ഞോ. അതെ. അപ്പോ എന്റെ സഹോദരി തുല്യ Let's go to Archana എന്ന് പറയണോ? Let's call our let's go with Archana. Archana. ഷെഫിനെ കാണുമ്പോൾ എപ്പോഴത്തെ ഇങ്ങനെ ഒരു വാഭാഗ്യം അതാണ്. ഓക്കെ, എത്ര നാൾ കൂടിയാ കാണുന്നത്? ഒരുപാട് നാളായി. ഭയങ്കര ബിസിയാണ്. അല്ല ഷെഫ് പാറി പറന്ന് നടക്കുന്നത് ഇപ്പൊ ട്രാവലിംഗ് അല്ലേ? എവിടാ ഷെഫേ അങ്ങനെ വിളിച്ചിട്ട്? ഓക്കെ തുടങ്ങിയല്ലോ. എനിക്കറിയാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇന്ന് ഇവിടെ നമ്മുടെ ഷോയില് ഇന്നുണ്ട് നമ്മുടെ കൂടെ? അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം സുഖമായിട്ടിരിക്കുന്നു, എപ്പോഴത്തെയും പോലെ തന്നെ നന്നായിട്ട് പോകുന്നു. പിന്നെ ഇന്ന് ഷെഫിന്റെ ഒക്കെ കൂട്ടത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫ് ഇവിടെ കുക്ക് ചെയ്യുന്ന അതേ സംഭവം തന്നെ ഇവിടെ അർച്ചനയും കുക്ക് ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എനിക്ക് ഇവിടെ പുട്ടുപൊടി കണ്ടിട്ട് പുട്ടുപൊടി മര്യാദയ്ക്ക് നനയ്ക്കാൻ അറിയോ എന്നുള്ളതാണ് എനിക്ക് അജിത്ത് കാണുന്നുണ്ടെങ്കിൽ അയത്തെ ഒരു പണി കൊടുക്കാൻ പറഞ്ഞാൽ ഇന്നലെയും കൂടെ ഉണ്ടല്ലോ പോത്ത് കറി വെച്ചത് അങ്ങേരാ പോത്ത് കറി വെച്ചു. അങ്ങനെ അല്ല പോത്ത് ഉലർത്തിയത്. അല്ലല്ല പോത്ത് ഉലർത്തിയത് അതൊക്കെ അപ്പൊ വീട്ടിൽ പണിയൊന്നും ചെയ്യാറില്ലേ? ഉണ്ട്, ചെയ്യാറുണ്ട്. ഒരു കുഞ്ഞൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്താണെങ്കിലും ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല, അപ്പൊ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡിഷ് എന്താണ്? പറഞ്ഞോ. അവിടുന്ന് ഞാൻ കേട്ടത് കടല വെണ്ണ പുട്ടെന്നാണ്. പക്ഷെ ഞാനിപ്പം എന്തായാലും ആദ്യം കടല വെണ്ണയോ? പക്ഷെ ഇത് കടല റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കടല റോസ്റ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ വെണ്ണ പീനട്ട് ബട്ടർ ആണ്. പക്ഷെ പീനട്ട് ബട്ടറിന് അപ്പൊ നമുക്ക് വേണമെങ്കിൽ കപ്പലണ്ടി വെണ്ണ പുട്ടെന്ന് പറയുമോ? അങ്ങനെ പറയാനാ? മലയാളത്തിൽ വെണ്ണ എന്ന് പറഞ്ഞാൽ തെറിയാണോ? കഞ്ഞി എന്ന് പറയുന്നത് തെറിയായി, വെണ്ണയും തെറിയായോ? പറ, എനിക്ക് അറിയണം.
അപ്പൊ എന്താണ് പുട്ടുപൊടിയാ നമ്മൾ ആദ്യം ഓക്കെ ഇപ്പൊ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫ് അവിടെ ചെയ്യുന്ന അതേപോലെ തന്നെ ശരിക്കും റവയല്ലേ? റവ പോലെ തന്നെ ഉണ്ട് റവ പോലെ തന്നെയുള്ള പുട്ടുപൊടിയാണ് ഇത് പ്രത്യേകതരം പുട്ടുപൊടി വിനയൻ കണ്ടെത്തി കൊണ്ടുവന്നതാണ്. കേരളത്തിൽ ഇവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ വെള്ളം തിളച്ചോ? ഇത് തിളച്ചു, നമുക്കിത് എടുക്കാണോ? ഇപ്പൊ ഉപ്പ് ഇടുന്നത് ഞാൻ കണ്ടു. പിന്നെ ഇയാള് കണ്ടാ മാത്രമേ ഉള്ളൂ, ഇയാൾ അത് കാണുന്ന കണ്ടാ മാത്രമേ ഉള്ളൂ, അങ്ങനെ കണ്ടാ മാത്രമേ ഉള്ളൂ. ഷെഫ് ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പിടണ്ടേ? ഇടണം. പിന്നെ ഈ കൊച്ചാൻ കൊണ്ട് ഞാൻ ഇല്ല, ഞാൻ ഒരു പുട്ടിടാനാണ് അവിടെ ഇത്രയും ബഹളം. ഞാൻ ഇടുന്നില്ല. ലോകത്തിലെ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ട്. കൊണ്ട് ഇങ്ങനെ തള്ളുക, അതാണ് പരിപാടി. പുട്ടും തള്ളും. പുട്ടിന് ഇംഗ്ലീഷ് സ്റ്റീംഡ് പുട്ട്, സ്റ്റീംഡ് റൈസ്, ഉണ്ട, സ്റ്റീം കേക്ക് കേട്ടോ, കേട്ടോ കേക്ക് ഉപ്പുണ്ടോ കേക്ക്. എന്റേത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്റേത് കറക്റ്റ് കൈ കൊണ്ട് നനയ്ക്കണം, എന്നിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കണം. ഇങ്ങനെയാണോ പുട്ട് പൊടിക്കാൻ പഠിപ്പിച്ചത്? അല്ല, ഇത് ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ടല്ലേ. നമ്മൾ ഉപ്പിട്ടോ? ഇല്ല, ഉപ്പിട്ടിട്ടില്ല. അവസാനം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ഷെഫിന്റെ അത്ര ഇങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല തോന്നുന്നു. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നനച്ചാൽ സെറ്റ് ആവും. ഈ പുട്ട് നേടില്ലേ? പുട്ട് നേടുന്നുണ്ട്. കേട്ടോ? ഏത് രാജ്യത്തെ പുട്ടാ? പുട്ട് ഏത് രാജ്യത്ത്? ഇവിടുത്തെ ഇന്ത്യയിലെ? ഇന്ത്യയിലല്ലേ? അല്ല, പിന്നെ കേരളത്തിലെ രാജ്യമല്ലേ ചോദിച്ചാ? അപ്പൊ ഇന്ത്യയിലെ? അതെ. പിന്നെ എവിടത്തെയാണ് പുട്ട്? ഇടിയപ്പം. ഷെഫ് വെറുതെ ഇങ്ങനെ മനുഷ്യനെ കൺഫ്യൂഷനാക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഓഡിയൻസിന് വിടുകയാണ് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ. നിങ്ങൾ കമന്റ് ചെയ്യും, എവിടുന്നാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറ. അപ്പൊ ഷെഫ് പറയും അത് കറക്റ്റ് ആണോ അല്ലയോ. അപ്പൊ എന്നോട് ചോദിക്കണം അത് കറക്റ്റ് ആണോ അല്ലയോ. അല്ലയോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടെ. അപ്പൊ ആദ്യം ഷെഫ് കണ്ടുപിടിച്ച ഡിഷാണോ ഇത് പുതിയതായിട്ട്? ഓഫ് കോഴ്സ് ഇവിടുത്തെ എല്ലാ റെസിപ്പീസും ഷെഫിന്റെ ഓൺ റെസിപ്പീസ്. അപ്പൊ ആദ്യം നമ്മള് പുട്ടുപൊടി എടുത്തിട്ടൊന്ന് നനച്ച് ഒന്ന് റെഡി ആയതിനു ശേഷം നമ്മൾ ചിരട്ടപ്പുട്ടിന്റെ ഈ ഇതിലേക്ക് ചിരട്ടയിലോട്ട് പുട്ടിട്ടു. ആദ്യം തേങ്ങാപ്പീരി ഇട്ടില്ലേ ഷെഫ്? ഇട്ടു. പുട്ടുപൊടി, പിന്നെ അതിന്റെ മുകളിലേക്ക് 2 സ്പൂൺ പീനട്ട് ബട്ടർ, പിന്നെ കുറച്ച് റോസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ കടല, പിന്നെ തേങ്ങാപ്പീര്. ചെറുതായിട്ടും തെറ്റിപ്പോയി. ആദ്യം ഞാൻ പറയുന്നത് കേട്ടിട്ട് ആദ്യം ചെയ്തത് പുട്ടിന് ആദ്യം തേങ്ങാപ്പീര് ഇടണോന്ന് അറിയാൻ പഠിപ്പിച്ചു കൊടുത്ത അല്ല, ഞങ്ങൾ അങ്ങനെ സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ ഷെഫ് അങ്ങനെ ചെയ്തില്ലല്ലോ. ഓക്കെ, ആദ്യം തേങ്ങാപ്പീര, പിന്നെ കുറച്ച് പുട്ടുപൊടി, പിന്നെ അതിന്റെ മുകളിലേക്ക് 2 സ്പൂൺ പീനട്ട് ബട്ടർ നന്നായിട്ട് വെച്ചു. അതിന് മുകളിലേക്ക് കടല ഇട്ടു. അതിന്റെ മുകളിലേക്ക് പിന്നെയും പുട്ടുപൊടി ഒന്നുകൂടെ ഒന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചു. പീനട്ട് ബട്ടർ എടുക്കുവാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ആയിരിക്കും, കണ്ടിട്ട് അങ്ങനെയൊക്കെയാ തോന്നുന്നത്. ഇനി എന്നാ എടുക്കാൻ ഷെഫേ? 2 സ്പൂൺ ഇട്ടായിരുന്നു കേട്ടോ. 2 സ്പൂൺ ഇട്ടായിരുന്നു. ടേസ്റ്റ് മാറുമ്പോ ഞാനിങ്ങനെ ചെയ്തു. കടല ഇട്ടാ പോരെ? ഒരു 4-5 കടലയാണ് ഞാൻ കണ്ടത്. അത് കൂടുതൽ ഇനി ഇട്ടോ ഏറെ ഇടുവാണേ. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടിക്കോട്ടെ കടലിട്ട് കഴിയുമ്പോഴത്തേക്കും. അല്ല, അത് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഇനി ഇടണ്ടേ നമ്മള്? ഇനി അത് ഇട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, സ്വന്തം അങ്ങോട്ട് ചെയ്തിട്ട് പറയുമ്പോ ഞാൻ ഷെഫിന്റെ ആൾക്കാർ ഷെഫ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ ആൾക്കാര് കാണുമ്പോ പാവ ഒരു കൊച്ചു. ഞാൻ ഏറ്റവും മുകളിലും കൂടെ കുറച്ച് തേങ്ങാപ്പീര ഇടും. അപ്പൊ ടേസ്റ്റ് കൂടും. അപ്പൊ എന്തായാലും അതും വെച്ച് കഴിഞ്ഞിട്ട് ഇനി കുറച്ചു നേരം വെന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡിയായെന്നാണ്. റെസിപ്പിയും അതൊക്കെ കടന്നു പെട്ടെന്ന് ഫുൾ നെയിം പറ. ഷെഫ് നാളെ ബാക്കി പറ. ഷൈൻ. അതാണ് കറക്റ്റ് വരും കേട്ടോ. വിസിലടിക്കണോ? ഇതിന്റെ സൗണ്ട് കേട്ടപ്പോ ഞാൻ ഓർത്ത് ആവി വരുന്നുണ്ടോ ഇതിൽ കൂടെ?
അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നതാണ്. കൊച്ചു പുട്ട് റെഡിയാണെന്ന് ഇങ്ങനെ മാറി നിന്നിട്ട് Yeah. വിസിലടിക്കും. അപ്പൊ ഇന്ന് ഇവിടെ വന്നിട്ട് വെറുതെ വിടാൻ പറ്റില്ലല്ലോ, ഒരു ചെറിയ ടാസ്ക് തരാണ്. ഇത് കുറച്ച് നമുക്ക് ടൈം ഉണ്ടല്ലോ, കുറച്ചൊരു സമയം ഉള്ളതുകൊണ്ട് നമ്മൾ ചെറിയൊരു ടാസ്ക്. എന്താണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും കുറച്ച് ചോദ്യങ്ങൾ. ഓക്കെ, ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഏത് ലെറ്ററാ കാ വെച്ചിട്ട് വേണം പറയാൻ, ആൻസർ പറയാൻ വേണ്ടി. കടല പോലെ കാ. നമ്മൾ കായാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ചോദ്യത്തിനും ഉത്തരം സ്റ്റാർട്ട് ചെയ്യേണ്ടത് കാ വെച്ചിട്ടാണ്. എല്ലാ വേർഡ്സും കാ ആവണമെന്നുണ്ടോ, സെന്റൻസ് മാത്രം കാ? അങ്ങനെയാണെങ്കിൽ എല്ലാ വേർഡ്സും ഓക്കെ സെന്റൻസ് തുടങ്ങുന്ന കാ വെച്ചിട്ട്. ഇവിടെ വന്നിട്ട് ആദ്യം എന്താ ചെയ്തേ? കാപ്പി കുടിച്ച്. കാപ്പി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് തോന്നി? കാണാൻ നല്ല ഭംഗി തോന്നി. ഒരു ബുദ്ധി വെറുതെയാണ് ഈ ഷോയിൽ കൂട്ട് നിർത്തിയിരിക്കുന്നത്. അല്ലായിരുന്നല്ലേ? ഓ, ഓക്കെ, അടുത്തത് എന്തൊക്കെയാണ് ഹോബീസ്? വേഗം പറയട്ടെ, ഇത്ര സമയമൊന്നും എടുക്കാൻ പറ്റില്ല, ഒരു 3 സെക്കൻഡിനുള്ളിൽ പറയണം. കഥ വായിക്കും. കഥ വായിക്കും. ഓക്കെ. ഈ റെഡ് പൊട്ട് എവിടുന്ന വാങ്ങിയേ? കടയിൽ നിന്ന്. ഭയങ്കര സിമ്പിൾ ആയിരുന്നു. പിന്നെ ഷെഫിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? എന്റെ മനസ്സിൽ വന്നറിയോ, കള്ളൻ. സമാധാനായി. താങ്ക് യു. യു ആർ ഇൻ മൈ ടീം. അർച്ചന പാട്ട് പാടുവോ? അയ്യോ ഇല്ല, ചെറുതായിട്ട്. മൂളിപ്പാട്ട് പോലും പാടില്ല. നമ്മള് കുളിക്കുമ്പോ പോലും പാട്ട് പാടുന്ന ആളല്ല. ഡാൻസ് കളിക്കോ? സന്തോഷമായ ദാമ്പത്യം നടക്കുന്നുണ്ട്. അജിത്ത് ചേട്ടൻ പാട്ട് പാടോ? ചേട്ടനോ? അയ്യോ ഇല്ലേ ഇല്ല. അപ്പൊ കുഴപ്പമില്ലല്ലോ, രണ്ടുപേരും പാട്ട് പാടില്ല. പ്രശ്നമില്ല. അജിത്തിനറിയാം അജിത്തിന്റെ ബുദ്ധിമുട്ട്. 3 ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സോ? ഇംഗ്ലീഷിൽ മലയാളത്തിലാക്കി പറയാൻ ചെയ്യാം. കിവി. കിവി. ഫ്രൂട്ട്സ്. കിവി. വേറെ 2 ഫ്രൂട്ട്സ് ഉണ്ടോ? 2 ഫ്രൂട്ട്സ് ഉണ്ടോ? കിവി ഉണ്ട്. പിന്നെ കുക്കുമ്പർ ഫ്രൂട്ട് അല്ലല്ലോ. അപ്പൊ എന്റെ മിസ്റ്റേക്ക് അല്ലേ? ഉണ്ടോ? നമ്മുടെ ഇവിടെ ഷെഫ് ഉണ്ടായിട്ട് കാ വെച്ചിട്ട് 3 ഫ്രൂട്ട്സ് ഉണ്ടോന്ന് വേറെ ആരോടെ ചോദിക്കേണ്ടത്? ഷെഫ് ഇപ്പൊ പറയാ എല്ലാം തന്നെ. ഷെഫ് ആലോചിക്കാ ഇല്ല, ഞാനൊരു ഫ്രൂട്ട്സ് പ്രേമിയല്ല. അതുകൊണ്ട് പറയാറില്ല. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടൊരു കാ മമ്മൂക്ക. എല്ലാത്തിന്റെ അവസാനം കാ വരുന്നത് ഇഷ്ടമുള്ളൂ. ഷെഫ് ചുമ്മാ അറിയുന്നത്. എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ മോഹൻലാലിന് ഏറ്റവും കൂടുതൽ സത്യമായിട്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞു ഉയരാന്നാ പറഞ്ഞത്. മമ്മൂക്കയാണ് എനിക്ക് ഇഷ്ടം. പബ്ലിക്കലി പറയാം. അത് കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളു. കട്ട് ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് തന്നെയൊക്കെ പൊക്കോടെ കേട്ടോ. മമ്മൂക്ക എന്റെ ഫേവറേറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഓക്കെ. അപ്പൊ സാറിന് നമുക്ക് ഗെയിം നൈസായിട്ട് ചെയ്തു. കുറച്ച് കടലായിട്ട് നമ്മള് ഇതിനകത്തൊന്നും ഇല്ലല്ലോ ഇനി. ഇല്ല, ഇനി ഇതിന്റെ അകത്തൊന്നും. ഇനി നമ്മള് ഉണ്ടായി കഴിഞ്ഞു. യെസ്, ഉണ്ടാക്കി കഴിഞ്ഞു. ഷെഫാണ് ഇനി. ഇനി ഷെഫ് മാത്രമേ പപ്പടം. അയ്യോ, ഇത് കണ്ടോ? പീനട്ടൊക്കെ ഇങ്ങനെ അപ്പം നമുക്ക് നന്നായി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ശാന്താസിൻ്റെ കറി പൗഡറുകളാണ് ഇതിന്. അതുപോലെ തന്നെ മെല്ലറ്റ് റൈസ് പൗഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്തേക്കുന്നത്. യെസ്, ട്രൈ ചെയ്യാം. അപ്പം ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഷെഫ് നമുക്ക് വാരി തരും. എന്നിട്ട് ഷെഫ് നമുക്ക് വാരി തരും. അതെനിക്കറിയാലോ. ആ പീനട്ട് ഒഴുകുന്ന ഭാഗത്ത് നിന്ന് പുട്ടും പീനട്ടും ഒക്കെ റെഡിയാക്കട്ടെ. അതിന്റെ കൂട്ടത്തിൽ പപ്പടവും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഷെഫ് ഒരു സീരീസ് തുടങ്ങണം. എന്താ വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻസ്. മറ്റേ എന്നെ ഒരാൾ സീരീസ് തുടങ്ങി എന്നെ വിളിക്കും, എന്റെ ഡേറ്റ് ഒക്കെ തരണോന്ന് പറഞ്ഞ ഒരാളാണ്. സീരീസോ? അല്ല, എന്തോ ഇന്റർവ്യൂ. അത് ഞാൻ പറഞ്ഞ പിന്നെ എന്താണ്. നല്ല മണം വന്നിട്ട് പീനട്ടിന് മണം. എങ്ങനെയുണ്ട്? കറക്റ്റ് യമ്മി പുട്ട്. ടേസ്റ്റ് ഉള്ള മധുരമുള്ള പുട്ട്. വേറെ ഒന്നും വേണ്ടല്ലോ, പെട്ടെന്ന് പണിയും കഴിയും. കറിയൊന്നും വേണ്ട കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു. ഇത് ചവച്ച്
ഒരു 4-5 ടൈംസ് ചവയ്ക്കണം. ഓക്കെ, മതിയോ? മതി. ഇതിപ്പോ മിനിമം 20 വട്ടം ചവച്ചു. മിനിമം ആയതുകൊണ്ട് ഇതിപ്പോ 20 വട്ടം ചവച്ചു. അത്രയും ചവയ്ക്കണം. വേണമെങ്കിൽ മതി. പിന്നെ അല്ലാതെ കുറച്ചെന്നൊക്കെ പറയുന്നു. വരട്ടെ വരട്ടെ എന്നല്ലേ പറയുന്നത്. ഇനിയും ചോദിച്ചോ? എടുക്കുക അല്ലേ? ചവച്ച് 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 പീനട്ട് ബട്ടർ കടിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ആ കടലയുടെ സംഭവമൊക്കെ ഇങ്ങനെ വരും. പിന്നെ കൂടുതൽ ആ പീനട്ട് ബട്ടറും പിന്നെ കുറച്ച് പപ്പടവും കൂടി ആകുമ്പോൾ പൊളിയല്ലേ? നൈസാണ്. ഇങ്ങനെ പൊടിക്കുക. അതെ, ഷെഫ് മുഴുവൻ കഴിക്കുള്ളൂ. ഇവർക്കാർക്കും കൊടുക്കണ്ടേ? ചിലപ്പോ മൊത്തം കഴിക്കും. ഇവരെല്ലാരും നോക്കി നിൽക്കുക ഷെഫ്, ഇവർ കൂടെ കൊടുക്കും. പിന്നെ നേഹ അത് കുഴച്ചമ്മ വാരിക്കും രണ്ടുപേരും അല്ലേ? അതല്ലേ എന്റെ വെറൈറ്റി. ഞാൻ കുഴക്കണേ, ഞാൻ കുഴക്കാം. പിന്നെ ഞാൻ കുഴക്കട്ടെ. കുഴക്കുന്നതെങ്കിലും അടിപൊളിയാക്കാൻ പറ്റുമോ നോക്കട്ടെ, അത് ഞാൻ നോക്കുന്നത്. യെസ്, ഇങ്ങോട്ട് നോക്കി എന്റെ ഈ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ കണ്ടില്ലേ? ഇത് ടേസ്റ്റ് പൊളിയായിരിക്കും, എനിക്ക് ഉറപ്പാണ്. സംശയമില്ലാത്ത കാര്യം. ഷെഫിന്റെ റെസിപ്പി ഇല്ലാതെ പിന്നെ ഇത് ഫുള്ള് കുഴക്കണ്ട വേണ്ടായിരുന്നല്ലേ? പക്ഷെ ഇത് കണ്ടപ്പോ കുഴക്കാനുള്ള ടെൻഡൻസി അറിയത്തില്ല. അതെ, അറിയത്തില്ലല്ലോ. ഇത് റെഡി ആവണേ. അതെ, അതാണ് ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കണം. ഇത് ഷെഫിന് തരട്ടെ. ഷെഫിന് തരാം. എന്തെല്ലാം എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു ആദ്യമായിട്ട്. യെസ്. അയ്യോ, നന്നായിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചുകൂടെ ഇതെനിക്ക് ഒന്ന് കൂട്ടത്തിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു. അതെ, പക്ഷേ കുറച്ചുകൂടെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് പെട്ടെന്ന് തീർന്നില്ലേ? അറിഞ്ഞു പോലും അയ്യോ, സോറി. ഈ ഷോയുടെ എല്ലാമായ നേഹയ്ക്ക്. ഓക്കെ, യെസ്. ലിപ്സ്റ്റിക് ഒന്നും പോവരുത്. ഓക്കെ, അതെ. കൊള്ളാവോ? കടലയും കഴിച്ചു. അതെ. ഇതേപോലെ വേറെ സാധനം ശർക്കര പൊടി എടുക്കുക. അതെ 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 അതെ. ഇങ്ങനെ ഉരുട്ടാൻ പഠിക്കണം. എടുക്കുക, ഉരുട്ടണം. ഉരുട്ടിയാ കിട്ടണം. കണ്ടോ കണ്ടോ? നന്നായിട്ട് എനിക്കറിയാം. എന്റെ കൊച്ചിന് കൊടുക്കുന്നോണ്ട് ഇങ്ങനെ എന്തെടുത്താലും ഒരു ഉരുട്ടി കൊടുക്കാൻ പ്രത്യേകിച്ച് ഉരുട്ടി വളർത്തി ഊട്ടിയാ. അതാണ് പറയണത്. വീട്ടുകാർ പോലും ഇത്രയും ഡിഷസ് ഉണ്ടാക്കി കൊടുത്തരുതാ. കണ്ടോ? കഴിഞ്ഞിട്ടില്ല. പപ്പടം കൂടെ കഴിക്കും. അങ്ങനെ വലിയ ഉരുള ഉരുട്ടി കൊടുത്തോ ഇങ്ങനെ ഇരിക്കും. വലിയ ഉരുള കുറച്ച് ചെറിയ ഉരുള ഉരുട്ടി കൊടുത്തു. ഉരുളയെന്നാണോ പറയുന്നത്? ചെറിയ ഉരുളേക്ക് ഇത് വലിയതായിരുന്നു. നമ്മുടെ ഇന്നത്തെ കടല വെണ്ണ പുട്ട് അഥവാ പീനട്ട് ബട്ടർ സ്റ്റീം കേക്ക്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ എപ്പിസോഡില് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അർച്ചനയ്ക്ക് അല്ലേ? ഗിഫ്റ്റ്സ് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്? അടിപൊളിയല്ലായിരുന്നോ? ഇന്നത്തെ ഡിഷ് കുറച്ച് എളുപ്പമായിരുന്നു. ഭയങ്കര എളുപ്പമായിരുന്നു. പൊതുവേ ഉള്ള ഒരു ഇത് വെച്ചിട്ട് ഇത് ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഓർത്ത് വല്ല ചിക്കനും ബീഫും ഒക്കെ ആയിട്ട് വരുമോ എന്ന് ഉണ്ടായിരുന്നു ബീഫ്. പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള മതിയെന്ന്. പക്ഷെ ഉണ്ടല്ലോ, ടേസ്റ്റി ആയിരുന്നു. എന്നോടത്തെ പോയിന്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാലും ടേസ്റ്റി ആയിരുന്നു. അതാണല്ലോ മെയിൻ കാര്യം. യെസ്, അതാണ്. പക്ഷെ എന്നാലും എനിക്ക് ഷെഫിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? പോത്ത് പൊള്ളിച്ചത്. നിങ്ങളാരും കഴിച്ചിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് വന്ന് കഴിച്ചു നോക്കാം. ഇങ്ങനെ പോത്ത് പൊള്ളിച്ചു തരും. Why you don't know make for us? We are with together for 40 recipes. No, 40 recipes we are together. And you still know. പക്ഷേ മോള് കഴിച്ചിട്ടുള്ള ഒന്നും ആ കൊച്ചു കഴിച്ചിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ സൂര്യ കോമഡിയിൽ 45ഓളം റെസിപ്പീസ് ചെയ്ത് പോത്ത് പൊള്ളിച്ച ഞങ്ങൾ ഇവിടെ വന്നിട്ട് മര്യാദയ്ക്ക് എന്റെ ഡിഷിൽ ഒന്ന് പൊക്കി പിന്നെ ഷെഫിന്റെ എല്ല് കറി, കപ്പ എല്ല് കറി, എന്റെ അമ്മ അസാധ്യാണ് കേട്ടോ. അത് നിങ്ങൾ കഴിക്കണം മസ്റ്റ് ആയിട്ടും. പിന്നെ എനിക്ക് ഷെഫിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ? പോത്തും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൺ പൊറോട്ടയും തീയലും. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ആ ഒരു കോമ്പിനേഷൻ? ബൺ പൊറോട്ടയും തീയലും അത് വിയേർഡ് കോമ്പിനേഷൻ അല്ലല്ലേ?
അല്ലല്ലോ അല്ലല്ലല്ലല്ല. ഞാൻ ഓർത്ത് എക്സ്പ്രഷൻ തന്നെ വരുന്നു. അല്ല, ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന് വന്നിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച് കഴിച്ച സാധനമാണിത്. എനിക്ക് അതിന് ആഗ്രഹമൊന്നുമില്ല. പിന്നെ ഷെഫിന്റെ ഊണ് ഒന്നും പറയില്ല, അസാധ്യ ഊണാണ് അത് ഇവര് കേട്ടോ. കഴിക്കുന്നുണ്ട്. ശരിക്കും. അത് കഴിച്ചിട്ട് ഇത് രാവിലെ വിളിച്ചപ്പോ എന്താ പറഞ്ഞത്? എന്തൊക്കെ പറയണെന്ന് പറഞ്ഞത്? പോത്തിന്റെ കാര്യം സത്യമായിട്ട് ഞാൻ പറയുന്നതാണ്. ഞാനും എന്റെ കെട്ടിയവനും കൂടെ ഒക്കെ മൂക്കൻസി പോയി ഞങ്ങൾക്ക് ഒരു ഊണ് കഴിക്കണമെന്ന് തോന്നുമ്പോ വാഴയിലയിൽ നല്ല അടിപൊളി ചമ്മന്തി ഒക്കെ ആയിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഊണ് കഴിക്കാറുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, ഇതെല്ലാം പോണം കേട്ടോ. ഇതെല്ലാം ശരിക്കും പോരെ ഷെഫേ? പോരെ? ഇത്ര മതി, ഇതന്നെ ധാരാളല്ലേ? ഇന്നത്തേക്കുള്ളതായി. നമ്മുടെ കൂടെ ഇന്ന് ഈ എപ്പിസോഡിൽ ഇവിടെ വന്നതിന് നമ്മൾ കുറച്ച് ഗിഫ്റ്റ്സ് തരുന്നുണ്ട്. ആദ്യം തന്നെ കറുമുറ കുറയ്ക്കാൻ കലർപ്പില്ലാത്ത ശുദ്ധമായ ഓണം പപ്പടമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ആണുള്ളത്. ഓക്കെ, താങ്ക് യു. നൊസ്റ്റാൾജി ഉണർത്തുന്ന കേരളത്തിലെ ക്ലാസിക് പലഹാരങ്ങൾ നമ്മുടെ ലഷിൻ്റെ സ്നാക്സ് ആണ്. ഓരോ ബൈറ്റിലും ടേസ്റ്റ്, ഓരോ ബൈറ്റിലും ട്രസ്റ്റ്. യെസ്. തലമുറകൾ കൈമാറി രുചിക്കൂട്ട് KS ഫുഡ് പ്രൊഡക്ട്സ്. തീരുന്നില്ലല്ലോ. ഇപ്പം വരും, ഇനിയുണ്ട്. പ്രകൃതിയിൽ നിന്ന് നേരിട്ടുള്ള നമ്മുടെ കേരനാടിൻ്റെ നാച്ചുറൽ കോക്കനട്ട് ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ നോ ആഡഡ് ഷുഗർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കേരനാടിൻ്റെ ഒരു ഗിഫ്റ്റ്. ഞങ്ങൾ ക്ഷീണം മാറാൻ ഹോർലിക്സ് കൊടുക്കാറില്ല, കഴിക്കുമ്പോൾ അവിടെ ഇതുണ്ടാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേജർ പുട്ടുപൊടിയാണ് തരുന്നത്. ഗോതമ്പൂട്ടിന്റെ ആൾക്കാരൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു. ഒന്ന് മാറ്റി പിടിച്ചോ. അപ്പം മേജർ പുട്ടുപൊടിയാണ്. ഒരു ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ട്. ഓരോ തുള്ളിയിലും പ്രകൃതിയുടെ ശുദ്ധി നിലനിർത്തുന്നു. നമ്മുടെ നുവയുടെ പാക്ഡ് ആയിട്ടുള്ള വാട്ടർ ആണ്. യെസ്. ഓക്കെ, അപ്പം നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ് അർച്ചനക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാട്ട്, 2 വരി പാട്ടാണ്. 2 വരി പാട്ട് പാടി നമുക്ക് പതുക്കെ അങ്ങോട്ടേക്ക് പോവാം. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്നു പാടാം, പാട്ടിൻ്റെ ഈണം നീയാണ്, കാണാതെ കണ്ണിൽ അറിയാതെ നെഞ്ചിൽ വിരിയുന്ന ചിത്രം നീയാണ്. 2 വരി നമ്മൾ പാടി. യെസ്, അടിപൊളി. അപ്പൊ എന്തായാലും ഡാൻസർ, നല്ലൊരു പാട്ടുകാരി. എന്താണ് എവിടെ ഒരു ശരിപ്പോ പറ്റിച്ചെന്താ അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കരുത്. താങ്ക് യു സോ മച്ച്. യെസ്. അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡ് നമ്മൾ വീണ്ടും പുതിയ റെസിപ്പീസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നാളെ ആൻഡ് അർച്ചന. ബൈ ബൈ. ബൈ.